ഹായ് നമസ്കാരം, ഞാൻ സെവിനായിട്ട് എക്സ്പ്ലോർ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏറെ സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കും വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ LBSന്റെ പാരാമെഡിക്കലിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒരു ചാൻസ് കൂടെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷന് പറ്റിയുള്ള ടൈം ഏത് എന്നുവരെയാണെന്നുള്ളതും അതുപോലെ PNC മാക്കിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷന്റെ അവസാന ഇനി PNC മാക്കി ഇനി അലോട്ട്മെന്റ് വരാനായിട്ട് സാധ്യതയുണ്ടോയെന്ന്, അതുപോലെ തന്നെ ഡിപ്ലോമയുടെ റാങ്ക് ലിസ്റ്റ് ഇനി എന്നാ വരുന്നതുമാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ചെറിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളുമാണ് ഈ വീഡിയോ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വീഡിയോ കിടക്കുന്നതിന് മുമ്പ് തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽ വീഡിയോയും നമ്മുടെ ചാനൽ വഴി ചെയ്തിട്ടുള്ളതാണ്. കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മെഡി ഐക്കണിലും പിൻ ചെയ്ത് വെച്ചിരിക്കും. നമുക്ക് ചാനൽ ഇൻസ്റ്റാഗ്രാം ഐഡിയ ഉണ്ട്, സെവിനായിട്ട് എക്സ്പ്ലോർ എന്നാണ് ഇൻസ്റ്റാഗ്രാമിന്റെ പേര്. താല്പര്യമുള്ളവരൊക്കെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ സംശയങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐഡിയിലോട്ട് മെസ്സേജ് ഇടുക, നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും ഓർപ്പിക്കുന്നു. പിന്നെ ഇനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഇനിയും വേറെ അലോട്ട്മെന്റ് വരുമോ എന്നുള്ളതും ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. എല്ലാം ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ സമയം കളയാൻ വീട്ടിലേക്ക് കിടക്കും. ആദ്യം തന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ LBSന്റെ പാരാമെഡിക്കലിന്റെ അലോട്ട്മെന്റ് 13, 14 തീയതികളിൽ 5 മണി വരെ നിങ്ങൾക്കത് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള ടൈമുണ്ട്. അതായത് ഇന്ന് നാളെ നിങ്ങൾക്ക് ടൈമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പം താല്പര്യമില്ലാത്ത കോളേജൊക്കെയാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാവുന്നതൊക്കെയാണ്. അപ്പം അതിനകത്ത് പ്രത്യേകം ചെയ്തിട്ടുണ്ട് NOC റിക്വയർഡ് ആണ്. NOC ഇപ്പം ഗവൺമെന്റ് കോളേജിലാണെങ്കിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് NOC മേടിച്ചിട്ട് വേണം ഇപ്പം സെൽഫിലാണ് കിട്ടുന്നതെങ്കിൽ അങ്ങോട്ട് മാറാൻ വേണ്ടി. അതുപോലെ തന്നെ സ്പെഷ്യൽ അലോട്ട്മെന്റ് 15 പാരാമെഡിക്കലിന് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 16 അലോട്ട്മെന്റ് ആണ് ഇനിയും ഈ വരാനായിട്ട് ഇനിയും പോകുന്നത്. അത് 13, 14 ആണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈം. അത് കഴിഞ്ഞിട്ട് അലോട്ട്മെന്റ് കാണുന്ന വരെ വരുന്നതായിട്ട് ഓർപ്പിക്കുന്നു. അപ്പം താല്പര്യമുള്ളവരൊക്കെ കയറി ഓപ്ഷൻ രജിസ്ട്രേഷൻ വെക്കുക. ഓപ്ഷനകത്ത് എന്തെങ്കിലും സംശയമുള്ള കാര്യങ്ങൾ ഇങ്ങനെ വെക്കേണ്ടതെന്നോ അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐഡിയിലോട്ട് താഴെ കമന്റ് ബോക്സിലോ കമന്റ് ചെയ്യുക, നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും ഓർപ്പിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഇതൊക്കെ പറയാനുള്ളൂ. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇനി അടുത്ത ഡിപ്ലോമയുടെ കാര്യത്തിലേക്ക് കടക്കാം. ഇനി അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്ലോമയുടെ കറക്ഷൻ പീരീഡും കാര്യങ്ങളും, അതായത് ആപ്ലിക്കേഷൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടിയുള്ള സമയം 11-ാം തീയതി 5 മണി വരെയായിരുന്നു. അപ്പം നിങ്ങളുടെ അത് സമയങ്ങളും കാര്യങ്ങളും അല്ല അതിൻ്റെ എല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത ഇനിയും വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒത്തിരി പേരുടെ സംശയമാണ് എന്നാൽ ഇനി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതാണ്. റാങ്ക് ലിസ്റ്റാണ് ഇനി അടുത്തായിട്ട് വരാൻ പോകുന്നത്. ഈ ആഴ്ച അവസാനം അടുത്ത ആഴ്ച ചൊവ്വായ ബുധനുള്ളിൽ തന്നെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അവിടുന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുടനെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈമൊക്കെ അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഒത്തിരി പേര് സംശയം ചോദിച്ചതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞും കൂടെ ഓർപ്പിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ടോപ്പ് 10 പാരാമെഡിക്കൽ കോഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്, അതുപോലെ തന്നെ ടോപ്പ് 10 ആന്ധ്രയിലെ കോളേജ് കാര്യങ്ങൾ ഏതൊക്കെയാണ് നല്ലതെന്നും ഒക്കെ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ വഴി ചെയ്തിട്ടുള്ളതാണ്. അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെഡി ഐക്കണിലും പിൻ ചെയ്ത് വെച്ചിരിക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് കയറി കാണുവാന്ന് ഇവിടെ ഓർപ്പിക്കുന്നു. അപ്പോൾ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി PNC മാക്കിനാണ്. അപ്പോൾ നമുക്ക് നേരെ PNC മാക്കിലോട്ട്. അപ്പം PNC മാക്കിന്റെ 6th അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. 10-ാം തീയതി വരെയായിരുന്നു PNC മാക്കിന്റെ 6th അലോട്ട്മെന്റ് മുമ്പ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ടൈം. അതേതായാലും 15-ാം തീയതി, അതായത് 15-ാം തീയതി 15, 11, 24 വരെ 5 മണി വരെ സമയമുണ്ട്. ജോയിനിങ് ആയാലും ഫീസ് റെമിറ്റൻസും അന്ന് വരെ സമയമുണ്ട്. നിങ്ങൾക്ക് 6th അലോട്ട്മെന്റ് കിട്ടിയവർ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇതും കൂടെ ഉള്ളൂ. ഇത് ലാസ്റ്റ് അലോട്ട്മെന്റ് അവർ സൈറ്റിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ദിസ് ഈസ് ലാസ്റ്റ് അലോട്ട്മെന്റ്, നോ ഫർദർ അലോട്ട്മെന്റ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയും അലോട്ട്മെന്റ് കാര്യങ്ങളൊന്നും PNC മാക്കി വരുന്നതല്ല. പിന്നെ ഓരോ ഏജന്റുകാരൊക്കെ പറയുന്നുണ്ട് സീറ്റ് പിടിച്ചിടാവുന്നൊക്കെ. അതൊക്കെ ഉള്ളതാണെന്നൊന്നും അറിയത്തില്ല. നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾ എന്തെങ്കിലും നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ഇൻസ്റ്റാഗ്രാമിലായിട്ട് ഐഡിയയിലോട്ട് മെസ്സേജ് ഇട്ടാൽ മതി. നമ്മളതിന് അവിടെ വരുമ്പോൾ നമ്മളതിന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ഓർപ്പിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. എന്തെങ്കിലും സംശയമുള്ള കാരണം വേണ്ടി താഴെ കമന്റ് ബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐഡി ചോദിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം, റീഫണ്ടിന്റെ ആയാലും ആപ്ലിക്കേഷൻ വന്നിട്ടില്ല. റീഫണ്ട് ആപ്ലിക്കേഷനും ഈ മാസം അവസാനത്തേക്കേ വരത്തുള്ളൂ. 30-ാം തീയതി കഴിഞ്ഞായിരിക്കും വരുന്നത്. അതിന് വരുമ്പോൾ തന്നെ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് ഒത്തിരി പേര് ചോദിച്ചാണ്. അത് ഞാൻ ആദ്യം പറയാൻ വേണ്ടി വിട്ടുപോയി. അതിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.